എല്ലാ സ്ഫോടനങ്ങളിലും ഇത്രയൊക്കെ പരിശ്രമങ്ങൾ ഉണ്ടായിട്ടും വളരെ കുറച്ചു പേരെ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മാത്രമല്ല, ഈ സ്ഫോടനങ്ങളിൽ അധികവും ആസൂത്രണം ചെയ്തത് മുസ്ലിം സംഘടനകളല്ല, മുസ്ലിം വ്യക്തികളല്ല, മുസ്ലിം നാമധാരികളല്ല, മറിച്ച് ഇത് ആസൂത്രണം ചെയ്തത് ഇന്ത്യ രാജ്യത്ത് പോളറൈസേഷൻ സൃഷ്ടിച്ച് രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ള ശക്തികളാണ്, അഥവാ ഹൈന്ദവ തീവ്രവാദികളാണ് എന്ന കാര്യം തെളിയിക്കപ്പെട്ടു. സഹോദരന്മാരെ, പ്രപഞ്ച സൃഷ്ടാവായ കരുണാവാരിധിയായ പടച്ച തമ്പുരാൻ നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രണ്ടാമതായി, സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ജസ്റ്റിസ് ആൻഡ് സോളിഡാരിറ്റി കോൺഫറൻസിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം പ്രപഞ്ച സൃഷ്ടാവായ കരുണാവാരിധിയായ പടച്ചതമ്പുരാൻ്റെ നാമത്തിൽ ഞാൻ നിർവഹിക്കുകയാണ്. ഈ സമ്മേളനം വളരെ ശ്രദ്ധേയമായ മഹത്തായ ഒരു സമ്മേളനമാണ്. ഈ സമ്മേളനം തന്നെ വലിയ സന്ദേശം ഇവിടെ നിന്നൊന്നും പറഞ്ഞില്ലെങ്കിലും നൽകുന്നുണ്ട്. വാർ ഓൺ ടെറർ എന്ന ആഖ്യാനത്തിന് 25 വർഷം പൂർത്തിയാവുകയാണ്. 2001 സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെൻറ്റർ എന്ന് പറയുന്ന ഒരു ഇരട്ടക്കെട്ടിടം ആക്രമണത്തിൽ തകർന്നു വീണത്. അത് തകർന്നു വീഴുന്നതിന് മുമ്പ് തന്നെ വാർ ഓൺ ടെറർ എന്ന പ്രോജക്റ്റ് ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ലോകത്തുടനീളം നമ്മൾ കേട്ടുവരുന്ന വിശദീകരണം അനുസരിച്ച് വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ പതനം തന്നെ വാർ ഓൺ ടെറർ എന്ന പദ്ധതിയുടെ ഒരു ഭാഗമായിരുന്നു. നമ്മൾ വിചാരിക്കുന്നത് പോലെ അത് അൽ ഖായിദയോ ബിൻ ലാദൻ്റെ നേതൃത്വത്തിലുള്ള സംഘമോ ചെയ്തിട്ടുള്ളതല്ല. അങ്ങനെ വല്ലവരുടെയും പങ്കാളിത്തമുണ്ടെങ്കിൽ തന്നെയും അത് സാമ്രാജ്യത്വത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ടതായിരുന്നു എന്നുള്ള വിശദീകരണമാണ് ഇന്ന് ധാരാളമായി കേൾക്കാൻ കഴിയുന്നത്. ആ സംഭവം നടന്നിട്ടുള്ളത് 2001 ബഹുമാന്യനായ ഡോക്ടർ ഹർഷ് മന്ദർ 2002 തൻ്റെ IAS പദവി ഉപേക്ഷിച്ചുകൊണ്ട് മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾക്കായി, മനുഷ്യാവകാശ വിരുദ്ധ പോരാട്ടങ്ങൾക്കായി, മനുഷ്യാവകാശ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഡോക്യുമെൻറ്റേഷനായി തൻ്റെ ജീവിതം ഒഴിഞ്ഞുവെക്കാൻ തീരുമാനിച്ചത്. 2003 ഈ കൊച്ചു കേരളത്തിൽ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് എന്ന സംഘടന നിലവിൽ വരുന്നത്. 2003 നിലവിൽ വന്ന ഒരു സംഘടന 2002 IAS പദവി ഉപേക്ഷിച്ച
ഡോക്ടർ ഹർഷ് മന്ദറിനെ മുൻനിർത്തി 2001 മുതൽ ആരംഭിച്ചിട്ടുള്ള വാർ ഓൺ ടെറർ എന്ന നരേറ്റീവിനെ വിശകലനം ചെയ്യുന്ന ഒരു സമ്മേളനം ഇവിടെ നടത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സമ്മേളനത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന്. നിങ്ങൾക്കറിയാം, സോവിയറ്റ് യൂണിയൻ്റെ പതനം സംഭവിക്കുന്നത് 1991 ഗോർബച്ചേവ് രാജിവെക്കുന്നു. ക്രെംലിൻ കൊട്ടാരത്തിൽ നിന്ന് സോവിയറ്റ് യൂണിയൻ്റെ പതാക നിലത്തിറക്കുന്നു. സോവിയറ്റ് യൂണിയൻ പിരിച്ചുവിട്ടതായി പ്രഖ്യാപിക്കുന്നു. ക്രെംലിൻ കൊട്ടാരത്തിൽ റഷ്യയുടെ ത്രിവർണ പതാക മുകളിലേക്ക് കയറുന്നു. ധാരാളക്കണക്കിന് കൊച്ചു കൊച്ചു രാജ്യങ്ങൾ രൂപപ്പെടുന്നു. അതോടുകൂടി സോവിയറ്റ് യൂണിയൻ്റെ പതനം മാത്രമല്ല സംഭവിച്ചത്, മറിച്ച് ഈ രാജ്യം, ഈ ലോകം ഒരു ഏകധ്രുവ ലോകമായി തീരുകയാണ് ചെയ്യുന്നത്. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഒരു ലോകം, അമേരിക്ക മാത്രം വിരാജിക്കുന്ന ഒരു ലോകം, അമേരിക്കയ്ക്ക് ആധിപത്യമുള്ള ലോകം. ഇനി ചരിത്രത്തിന് ഒരു തിരിച്ചുപോക്കുണ്ടാവില്ല. ചരിത്രം ഇവിടെ അവസാനിച്ചു കഴിഞ്ഞു. ഇനി മഹാപ്രളയം സംഭവിക്കുകയാണെങ്കിൽ, ലോകത്തിൻ്റെ അന്ത്യം സംഭവിക്കുകയാണെങ്കിൽ അത് അമേരിക്കയുടെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും എന്ന വിധത്തിൽ എൻഡ് ഓഫ് ഹിസ്റ്ററി എന്ന കാഴ്ചപ്പാട് പ്രചരിപ്പിക്കപ്പെട്ടു. പക്ഷെ അമേരിക്കക്ക് കോൾഡ് വാർ അവസാനിച്ചതോടുകൂടി യുദ്ധമില്ലാതിരിക്കാൻ പറ്റില്ലല്ലോ. യുദ്ധം തുടർന്നുകൊണ്ടിരിക്കണം. കാരണം അമേരിക്കയുടെ സാമ്പത്തിക വ്യവസ്ഥ തന്നെ നിലനിൽക്കുന്നത് വാർ ഇൻഡസ്ട്രിയിലാണ്. യുദ്ധവുമായി ബന്ധപ്പെട്ട ഇൻഡസ്ട്രിയാണ് അമേരിക്കൻ സാമ്പത്തിക ഘടനയുടെ നട്ടെല്ല്. സ്വാഭാവികമായും മറ്റൊരു പ്രതിയോഗിയെ തേടേണ്ടതായി വരുന്നു. ആ പ്രതിയോഗിയെ തേടുവാനുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിരുന്നു വേൾഡ് ട്രേഡ് സെന്ററിൻ്റെ പതനം എന്ന് ഇന്ന് ലോകത്ത് മുഴുവൻ ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. സോവിയറ്റ് യൂണിയന്റെ പതനത്തോടുകൂടി സോവിയറ്റ് ചേരി എന്ന ഒരു ചേരി ഇല്ലാതായി. സോവിയറ്റ് ചേരി എന്ന ചേരി മാത്രമല്ല ഇല്ലാതായത്, ചേരി ചേരാ ചേരി എന്ന ചേരിയും ഇല്ലാതായി. നമുക്കറിയാം, 1990കളുടെ ആദ്യത്തിൽ നരസിംഹറാവുവിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ, ആ ഇന്ത്യക്ക് അമേരിക്കയുമായി കൂടുതൽ അടുക്കേണ്ടതായി വന്നു. അമേരിക്കയുമായിട്ടുള്ള അടുപ്പം കേവലമായി അമേരിക്കയോടുള്ള അടുപ്പം മാത്രമായിരുന്നില്ല, അത് ഇസ്രായേൽ എന്ന രാജ്യവുമായിട്ട് കൂടിയുള്ള അടുപ്പമായിരുന്നു. നയതന്ത്ര ബന്ധങ്ങൾ ആരംഭിച്ചു, പലതരത്തിലുള്ള കൊള്ളക്കൊടുക്കുകൾ ആരംഭിച്ചു, നീക്കുപോക്കുകൾ ആരംഭിച്ചു. മാത്രമല്ല, കാശ്മീർ തീവ്രവാദികളെ നേരിടുവാനുള്ള എന്തോ വിദ്യ ഇസ്രായേലിൻ്റെ പക്കലുണ്ടാകും എന്ന് കണ്ടെത്തി. അങ്ങനെ ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ തീവ്രവാദ വിരുദ്ധ പോരാട്ടങ്ങളിൽ സഖ്യകക്ഷികളായി മാറി. ഇസ്രായേലും മൊസാദും എവിടെയൊക്കെ ചെല്ലുന്നുണ്ടോ, അവിടെ മുസ്ലിം രാജ്യങ്ങളാണെങ്കിൽ
ആ രാജ്യങ്ങളിൽ മുസ്ലിങ്ങളുടെ വിവിധ ഗ്രൂപ്പുകളെ അവർ തമ്മിലടിപ്പിക്കും. ഏതെങ്കിലും മുസ്ലിങ്ങൾ ന്യൂനപക്ഷങ്ങളായി ജീവിക്കുന്ന രാജ്യത്താണെങ്കിൽ ആ ന്യൂനപക്ഷങ്ങളെ മറ്റുള്ളവരുടെ ഇടയിൽ നിന്ന് അകറ്റി മാറ്റുവാൻ, ഒറ്റപ്പെടുത്തുവാൻ, ധ്രുവീകരണം ഉണ്ടാക്കാൻ അവർ ശ്രമിക്കും. അതിന് പ്രത്യേകമായ വിവരമുണ്ട്, കഴിവുണ്ട്. മൊസാദിന്റെ സാന്നിധ്യം കൊണ്ടാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എങ്കിലും അതുതന്നെയാണ് പിന്നീട് ഇന്ത്യയിലും 1992 ബാബരി മസ്ജിദിന്റെ പതനം ഉണ്ടാകുന്നത്. ബാബരി മസ്ജിദിന്റെ പതനത്തോടുകൂടി ബാബരി മസ്ജിദ് രക്തസാക്ഷിയായി എന്നത് മാത്രമായിരുന്നില്ല അവസ്ഥ. ഇന്ത്യയുടെ പ്ലൂരലിസം, മതനിരപേക്ഷത, സെക്കുലറിസം എല്ലാം ബാബരി മസ്ജിദ് തകർന്നതോടുകൂടി സംശയത്തിൻ്റെ നിഴലിലായി. അത് മുസ്ലിം ഹിന്ദു പോളറൈസേഷന് ഏറ്റവും സഹായകമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു എന്ന് നമുക്കറിയാം. യാത്രയും ശിലാന്യാസവും അതിൽ പങ്കുവഹിച്ചു. ആ ധ്രുവീകരണം BJP ഇന്ത്യയിൽ ശക്തിപ്പെടുന്നതിന് കാരണമായി. 2 നിന്ന് 88-ലേക്കും 88-ൽ നിന്ന് പിന്നീട് 124-ലേക്കും 124-ൽ നിന്ന് പിന്നീട് കേവല ഭൂരിപക്ഷത്തിലേക്കും പിന്നീട് സമ്പൂർണമായ ആധിപത്യത്തിലേക്കും BJP വളർന്നു വരാൻ കാരണമായിട്ടുള്ളത് ഹിന്ദു മുസ്ലിം ധ്രുവീകരണം. 2001 വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തോടുകൂടി വാർ ഓൺ ടെറർ എന്ന ഒരു ആശയം ലോകത്ത് മുഴുവൻ വ്യാപിച്ചു. ടെററിസം എന്ന് പറഞ്ഞാൽ ഭീകരവാദം എന്നാണ് അർത്ഥം. വാർ എന്നാൽ യുദ്ധം എന്ന്. വാർ ഓൺ ടെറർ എന്ന് പറഞ്ഞാൽ ഭീകരക്കെതിരായിട്ടുള്ള യുദ്ധം. ടെററിസവും വയലൻസാണ്, വാറും വയലൻസാണ്. രണ്ടും അക്രമമാണ്. ഉണ്ടാക്കിയെടുത്ത പ്രതീകമാണ് ടെററിസം. എന്നാൽ അതിനെതിരെ നടന്ന രൂക്ഷമായ യുദ്ധങ്ങൾ ലക്ഷക്കണക്കായ മനുഷ്യജീവൻ. ഇറാഖ് യുദ്ധം എത്ര മനുഷ്യരെയാണ്, എത്ര ലക്ഷം മനുഷ്യരെയാണ് കൊന്നൊടുക്കിയത്. അവിടെ എന്തോ മനുഷ്യനെ കൂട്ടക്കുരുതി ചെയ്യാൻ പറ്റുന്ന രാസായുധമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ആക്രമണം നടത്തിയത്. ാനന്തരം മനസ്സിലായി സദ്ദാമിന്റെ കയ്യിൽ ഒരു കുന്തവുമില്ല. ഉണ്ട് എന്ന് പറഞ്ഞത് ഒരു നിർമ്മിതി മാത്രമായിരുന്നു. ആ ജനതയെ കൊന്നൊടുക്കുവാനുള്ള കാരണം മാത്രമായി. അഫ്ഗാനിനെതിരെ യുദ്ധമുണ്ടായി. സിറിയയെയും യമനിനെയും നശിപ്പിച്ചു. വാർ ഓൺ ടെറർ എന്ന പേരിൽ എത്ര ലക്ഷം മനുഷ്യരെയാണ് കൊന്നൊടുക്കി. ആ ഭീകരതക്കെതിരായിട്ടുള്ള വംശഹത്യ എന്ന കൊടും ഭീകരത ഇന്നും ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ പ്രതികരണങ്ങളും പ്രതിഫലനങ്ങളും അനുരണനങ്ങളും നമുക്ക് ഇന്ത്യയിലും കാണാൻ കഴിയും. ഇന്ത്യയിലോട്ട് സ്ഫോടനങ്ങളുടെ ചരിത്രം നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കൂ. 2006-ലും 2008-ലും നടന്ന മാലേഗാവ് സ്ഫോടനം, 2007-ൽ നടന്ന സംജോത എക്സ്പ്രസ് സ്ഫോടനം, 2002-ൽ തന്നെ നടന്ന അക്ഷർധാം ക്ഷേത്ര ആക്രമണം, 2006-ൽ നടന്ന മുംബൈ ട്രെയിൻ സ്ഫോടനം,
2007 നടന്ന മക്ക മസ്ജിദ് സ്ഫോടനം, മീർ ഷെരീഫ് ദർഗാ സ്ഫോടനങ്ങളുടെ ചരിത്രം വേറെ. ഈ സ്ഫോടന ചരിത്രങ്ങളെല്ലാം നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നിങ്ങൾക്കതിൽ ഒരേ പാറ്റേൺ കാണാൻ കഴിയും. സ്ഫോടനം നടന്നു കഴിഞ്ഞ ഉടൻ അതുമായി ബന്ധപ്പെട്ട നരേറ്റീവ് വരും. ആ നരേറ്റീവിന് ശേഷം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നേരിട്ട് സ്ഫോടനത്തിൽ പങ്കാളികളായവരെന്ന് പറഞ്ഞുകൊണ്ട്, ആസൂത്രണത്തിൽ പങ്കാളികളായ എന്ന് പറഞ്ഞുകൊണ്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് മുസ്ലിം യുവാക്കളെ പിടിച്ചു അറസ്റ്റ് ചെയ്യുന്നു. അവരെ വിചാരണത്തടങ്കലിൽ വെക്കുന്നു. പിടിച്ചു കൊണ്ടുവന്ന് തടവുകാരായി ജയിലിൽ ഇട്ടതിന് ശേഷം കഥകൾ മെനഞ്ഞുണ്ടാക്കുന്നു. ആരോ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിലെ NIA ഏറ്റവും നല്ല കഥയെഴുത്തുകാരാണ് മോശം ഇംഗ്ലീഷിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല ഇംഗ്ലീഷിൽ എഴുതാൻ അറിയില്ല, മോശം ഇംഗ്ലീഷിൽ നല്ല കഥ എഴുതുന്നവരാണ് അവർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആകെ 20ഓ 25ഓ കഥകളെ അവരുടെ കയ്യിലുള്ളൂ. ആ കഥകൾ ഓരോ സ്ഫോടനത്തിലേക്കും ഫിറ്റാക്കുകയാണ്. അതിനാവശ്യമായിട്ടുള്ള ഇരകളെ അവർ കണ്ടെത്തുകയാണ്. ആ ഇരകളെ കണ്ടെത്തിയതിന് ശേഷം അവരിൽ നിന്ന് ചില ആളുകളെ മാപ്പുസാക്ഷികളാക്കി ഞങ്ങൾ ഈ സംരംഭത്തിൽ പങ്കാളികളാണെന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർ ഗൂഢാലോചന നടത്തുന്നവർ ഞങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് അവരടുത്തുനിന്ന് എഴുതി വാങ്ങിക്കുകയും എന്നിട്ട് കോടതിയിൽ അത് സമർപ്പിച്ച് പരമാവധി ആളുകൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും ചെയ്യാനുള്ള ശ്രമമാണ് NIA ഇന്നേ വരെ നടത്തിയിട്ടുള്ളത്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ സ്ഫോടനങ്ങളിലും ഇത്രയൊക്കെ പരിശ്രമങ്ങൾ ഉണ്ടായിട്ടും വളരെ കുറച്ചു പേരെ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മാത്രമല്ല, ഈ സ്ഫോടനങ്ങളിൽ അധികവും ആസൂത്രണം ചെയ്തത് മുസ്ലിം സംഘടനകളല്ല, മുസ്ലിം വ്യക്തികളല്ല, മുസ്ലിം നാമധാരികളല്ല, മറിച്ച് ഇത് ആസൂത്രണം ചെയ്തത് ഇന്ത്യ രാജ്യത്ത് പോളറൈസേഷൻ സൃഷ്ടിച്ച് രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ള ശക്തികളാണ്, അഥവാ ഹൈന്ദവ തീവ്രവാദികളാണ് എന്ന കാര്യം തെളിയിക്കപ്പെട്ടു. ചിലയിടങ്ങളിലൊക്കെ കുറ്റബോധമുണ്ടായി വളരെ വലിയ പ്രതികൾ തന്നെ മുന്നോട്ട് വന്നുകൊണ്ട് പറഞ്ഞു, ഞങ്ങളാണ് ഈ കുറ്റം ചെയ്തത്, മുസ്ലിങ്ങളെ ഇതിൽ കുറ്റവാളികളാക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. വിശദീകരിക്കാൻ എനിക്കിപ്പോൾ സമയക്കുറവുണ്ട്. പക്ഷേ അപ്പോഴേക്കും ആയിരക്കണക്കിന് ആളുകൾ തടവുകളിൽ കഴിഞ്ഞിരിക്കും. അവരുടെ 5 വർഷം, 10 വർഷം, 15 വർഷം, 20 വർഷം, 25 വർഷം ആ കൊടും തടവിൽ ഒരു കുറ്റവും ചെയ്യാത്തവരായി അവർ ജീവിച്ചുകൊണ്ടിരിക്കും. അതേ അവസരത്തിൽ സാമൂഹ്യ മണ്ഡലത്തിൽ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള ഒരു പൊതുവികാരം വളർന്നു കഴിഞ്ഞിട്ടുണ്ടാകും. ഇതാണ് ഇന്ത്യയിലെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നേരത്തെ തൗഫീഖ് സാഹിബ് ഇവിടെ സൂചിപ്പിച്ചത്. നമ്മുടെ തൊട്ടടുത്തുള്ള കഥയാണ്. സ്ഫോടനം നടന്നു. മിനിറ്റുകൾക്കുള്ളിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യുന്നു. മീഡിയകളിൽ ആഖ്യാനങ്ങൾ വരുന്നു. പ്രസിദ്ധരായ ജേർണലിസ്റ്റുകൾ, പത്രപ്രവർത്തകർ, മനുഷ്യാവകാശ പ്രവർത്തകർ വരെ ഇസ്ലാമിക് തീവ്രവാദമായിരിക്കാമെന്ന് പറയുന്നു. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് മലപ്പുറത്ത് നടത്തിയിട്ടുള്ള ഒരു ഫലസ്തീൻ ഐക്യദാർഢ്യ
സമ്മേളനവുമായി ബന്ധപ്പെടുത്തി വരെ ഈ സംഗതിയെ കൂട്ടിച്ചേർക്കുന്നു. കൂട്ടിച്ചേർത്തതിന് ശേഷം ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ചെയ്ത ആൾ തന്നെ പറയുന്നു, ഞാനാണത് ചെയ്തത്. അതൊരു മാർട്ടിനാണ്. ആ മാർട്ടിനാണ് എന്ന് അറിഞ്ഞതിന് ശേഷം ആ സംഭവം അതോടുകൂടി അവസാനിച്ചു. എല്ലാവർക്കും വലിയ ആശ്വാസം. കാരണം അതിൽ തീവ്രവാദ ബന്ധമില്ല. 8 ആളുകൾ മരിച്ചു, അതിൽ തീവ്രവാദ ബന്ധമില്ല. കേരളത്തിനാകെ ആശ്വാസം. ഒരു മുസ്ലിം പേരുകാരനുണ്ടെങ്കിൽ അത് തീവ്രവാദമാണ്, അതിന് തീവ്രവാദ ബന്ധമുണ്ട്, അതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. ആ ഗൂഢാലോചനയ്ക്ക് ഫലസ്തീനുമായി ബന്ധമുണ്ട്, ഇറാനുമായി ബന്ധമുണ്ട്, IS-മായി ബന്ധമുണ്ട്, അൽ-ഖായിദയുമായി ബന്ധമുണ്ട്. ചെയ്തത് മുസ്ലിം നാമധാരി അല്ലെങ്കിൽ അത് തീവ്രവാദമല്ല, അതിൽ യാതൊരു തരത്തിലുള്ള കോൺസ്പിരസിയുമില്ല. വളരെ ശുദ്ധമായ 8 ആളുകളുടെ മരണം മാത്രം. പല പത്രങ്ങളും കൊല്ലപ്പെട്ടു എന്നെഴുതാൻ തന്നെ മടിക്കുകയാണ്. സ്ഫോടനത്തിൽ 8 പേർ മരിക്കാനിടയായ സംഭവം എന്നായി അത്. ഇതാണ് നരേറ്റീവ് എന്ന് പറയുന്നത്. ഈ ആഖ്യാനത്തിനെതിരായിട്ടാണ് നമ്മൾ നിലകൊള്ളേണ്ടതായി വരുന്നത് എന്നാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. ആഖ്യാനത്തിൻ്റെ മറ്റൊരു കഥ പറയാം. നിങ്ങൾക്കറിയാമല്ലോ, CAA പ്രൊട്ടസ്റ്റ് ഈ രാജ്യത്തെ പിടിച്ചുകുലുക്കിയ ഒരു പ്രൊട്ടസ്റ്റ് ആയിരുന്നു. അത് കുലുക്കിയത് അത് ഒരു വയലൻസോടുകൂടിയുള്ള പ്രൊട്ടസ്റ്റ് ആയതുകൊണ്ടല്ല. ഒരു വയലൻസും ഉണ്ടായിട്ടില്ല. നമ്മളെല്ലാവരും അതിൽ പങ്കാളികളായിരുന്നു. ഒരു വയലൻസും ഇല്ല, വയലൻസിനുള്ള ആഹ്വാനവും ഇല്ല. മുദ്രാവാക്യം വിളിക്കുന്നു, പാട്ടുപാടുന്നു, കവിത ചൊല്ലുന്നു, കൈകൊട്ടുന്നു, കോൽക്കളി നടത്തുന്നു, ദഫ്മുട്ട് നടത്തുന്നു, നൃത്തം ചവിട്ടുന്നു. അങ്ങനെയുള്ള വളരെ പ്രസാദാത്മകമായ എന്നാൽ കഠിനമായ ഇന്ത്യയെ പിടിച്ചുകുലുക്കിയ ഒരു സമയമായിരുന്നു CAA പ്രൊട്ടസ്റ്റ്. ആ പ്രൊട്ടസ്റ്റിന്റെ സമാപനം എങ്ങനെയുണ്ടായത്? സമാപനം 2 രൂപത്തിലാണ് ഉണ്ടായത്. ഒന്നാമത്തെ രൂപം, കോവിഡ് വരുന്നു, രാജ്യമാകെ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നു. അതോടുകൂടി പ്രൊട്ടസ്റ്റ് നിന്നു. മറ്റൊരു സംഭവം ഉണ്ടായി. നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ ഇത് അവസാനിച്ചത് എങ്ങനെയാണ്? നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ ഷാഹിൻ ബാഗ് പോലെയുള്ള സമരങ്ങൾ നടന്നു വരികയായിരുന്നു. അതും ഷാഹിൻ ബാഗിനെ പോലെ സമാധാനപരമായ സമരം. തത്തുല്യമായ സമാനമായ സമരങ്ങൾ നമ്മളും ധാരാളം നടത്തിയിട്ടുണ്ട്. ആ സമരം നോർത്ത് ഈസ്റ്റ് ഡൽഹിയിലും മുസ്തഫാബാദിലും മുസാഫറാബാദിലും ഒക്കെ നടന്നുകൊണ്ട് റോഡിന്റെ ഒരു ഭാഗത്ത് അവരിയ്ക്കുന്നുണ്ട്. ചിലപ്പോൾ 2 ലൈൻ വണ്ടികൾ പോകുന്നതിന് പകരം 1 ലൈന് മാത്രമേ വണ്ടി പോകാൻ കഴിയുന്നുള്ളൂ. പക്ഷേ പ്രൊട്ടസ്റ്റിൽ പങ്കെടുക്കുന്ന ആളുകൾ തന്നെ അത് നിയന്ത്രിച്ച് അവിടെ ട്രാഫിക് ജാം ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ഒരു BJP നേതാവ് അവിടെ പ്രത്യക്ഷപ്പെടുന്നു. കപിൽ ശർമ്മ എന്നാണ് അദ്ദേഹത്തിന്. അദ്ദേഹം പറയുന്നു, 24 മണിക്കൂറിനുള്ളിൽ ഈ സമരക്കാർ ഒഴിഞ്ഞു പോയിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് പിടിച്ച് പുറത്താക്കും, ഞങ്ങൾ ബലം പ്രയോഗിക്കേണ്ടി വരും. പോലീസിന്റെ പണി അവർ ഏറ്റെടുക്കുകയാണ്. മാത്രമല്ല അവർ പറഞ്ഞു, നിങ്ങൾക്ക് ആസാദിയല്ലേ വേണ്ടത്, നിങ്ങൾക്ക് ജീവിതത്തിൽ ഞങ്ങൾക്ക് ആസാദി തരാം, നിങ്ങളെ കൊന്നു തള്ളും എന്ന അർത്ഥത്തിൽ അദ്ദേഹം സംസാരിക്കുന്നു. പോലീസ് കേസെടുക്കുന്നില്ല, ഒരു നിയന്ത്രണവുമില്ല. 2 ദിവസം കഴിഞ്ഞ് മുസ്ലിങ്ങൾ തിങ്ങിത്താമസിക്കുന്ന പ്രദേശത്തേക്ക് രാത്രിയിൽ ഒരു കൂട്ടം ആളുകൾ വന്ന് അക്രമം അഴിച്ചുവിടുകയാണ്. അവരുടെ കയ്യിൽ എല്ലാ മാരകായുധങ്ങളും
സംഘങ്ങളുമുണ്ട്. അവർ വന്നിട്ട് ഗല്ലികളിലേക്ക് കടന്നു ചെന്ന് അവിടെയുള്ള മനുഷ്യരെ കൊല്ലുകയാണ്. പെട്രോൾ കൊണ്ടുവന്ന് വീടുകൾ കത്തിക്കുകയാണ്, കാറുകൾ കത്തിക്കുകയാണ്, കടകൾ കത്തിക്കുകയാണ്. വീടുകളിൽ നിന്ന് സിലിണ്ടറുകൾ കളക്ട് ചെയ്ത് കൂട്ടിയിട്ട് അത് കത്തിച്ച് ആകെ തീ പടരുകയാണ്. 55 ജീവനുകൾ നഷ്ടപ്പെട്ടു. ഈ 55 ജീവനുകൾ നഷ്ടപ്പെട്ടതോടുകൂടി അവിടുത്തെ അന്തരീക്ഷം കൊണ്ട് മാറി. അവിടേക്ക് വാഹനങ്ങൾക്ക് പോകാൻ വയ്യ, രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാൻ ആംബുലൻസുകൾക്ക് കടന്നു ചെല്ലാൻ വയ്യ, കലാപബാധിതരായിട്ടുള്ള ആളുകൾക്ക് ഭക്ഷണം എത്തിക്കാൻ നിവൃത്തിയില്ല. പോലീസ് സഹായിക്കുന്നുമില്ല, പോലീസ് അവരെ സേവിക്കുന്നുമില്ല, പോലീസ് മറ്റുള്ളവരെ കടന്നു ചെല്ലാൻ സഹായിക്കുന്നുമില്ല, അനുവദിക്കുന്നുമില്ല. അതിന്റെ പേരിലും അറസ്റ്റ് ചെയ്യപ്പെട്ടത് 2500ഓളം പേർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. എന്നാൽ മനുഷ്യാവകാശ പ്രവർത്തകരുടെ ഇടപെടൽ ഫലമായി 1000-ലധികം ആളുകൾ ജാമ്യം വാങ്ങിയോ അല്ലാതെയോ പുറത്തിറങ്ങിപ്പോന്നു. പിന്നീട് നരേറ്റീവ് ഉണ്ടാക്കുകയാണ്. പിന്നീടാണ് നരേറ്റീവ് ഉണ്ടാക്കുന്നത്. ആ നരേറ്റീവിലാണ് CA പ്രൊട്ടക്ഷന് നേതൃത്വം നൽകിയിട്ടുള്ള എല്ലാ ആളുകളും സംശയത്തിന്റെ നിഴലിൽ നിർത്തപ്പെടുന്നത്. ഇപ്പോഴും ജയിലിൽ കഴിയുന്ന ഖാലിദ് സൈഫി, ഉമർ ഖാലിദ് അടക്കമുള്ള ആളുകൾ അവരെ കുറിച്ച് പറയുന്നത് ലാർജ് കോൺസ്പിറസിയിൽ അവർ പങ്കാളികളാണ്. എന്ത് കോൺസ്പിറസി? യഥാർത്ഥ പ്രതികൾ പുറത്തണിഞ്ഞാടുകയാണ്. ഇതിനെതിരായിട്ടുള്ള, ഈ നരേറ്റീവ് ബിൽഡിങ്ങിനെതിരായിട്ടുള്ള ഒരു സമരം നമുക്ക് ആവശ്യമാണ്. ടെററിസത്തിനെതിരായിട്ടുള്ള യുദ്ധത്തിൽ 25 വർഷം തികയുന്ന ഈ സന്ദർഭം വളരെ പ്രസാദാത്മകമായ ഒരു, പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളുമായി അമേരിക്കയുടെ ആധിപത്യമുണ്ടായിരുന്ന ലോകഘടന തകിടം മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഇന്നുള്ളത്. ലോകത്തുടനീളമുള്ള ചെറുത്തുനിൽപ്പിന്റെ വക്താക്കൾ, പലസ്തീനിലെ നമ്മുടെ സഹോദരന്മാർ ഈ ലോകത്തിന്റെ തിരിഞ്ഞു നടത്തത്തിന് വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ളവരാണ്. ആ സംഭാവനകളെ നമ്മൾ വളരെ നന്ദിപൂർവ്വം ഓർക്കുന്നു. ആ സംഭാവനകളോടൊപ്പം നമ്മളും ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, സോളിഡാരിറ്റി യൂത്ത് പ്രവർത്തിക്കുന്ന കേരളം ഈ വിഷയങ്ങളിലൊക്കെ ജാഗ്രതയുള്ള ഒരു കേരളമാണ്, ഉണർന്നിരിക്കുന്ന ഒരു കേരളമാണ്. പലപ്പോഴും പ്രശ്നബാധിത പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുന്ന എന്നെ പോലെയുള്ള ആളുകൾക്ക്, അവിടെയുള്ള മനുഷ്യർക്ക് ഈ ജാഗ്രതയുണ്ടോ എന്ന സംശയം തോന്നും. എന്നാൽ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് പ്രവർത്തിക്കുന്ന കേരളത്തിൽ ഈ ആഖ്യാനങ്ങൾക്കെതിരെ, ഈ കമ്മ്യൂണൽ പോളറൈസേഷനെതിരെ, ഈ വാർ ഓൺ ടെററിനെതിരെ ഉണർന്നിരിക്കുന്ന ഒരു കേരളമാണിത്. കേരളം ഉണർന്നിരിക്കുന്നതിന് ആരാണെന്ന് പരിശോധിച്ചാൽ അതിൻ്റെ മുൻപന്തിയിൽ നമുക്ക് സോളിഡാരിറ്റിയെ കാണാൻ കഴിയും എന്നുള്ളതാണ്. ഞാൻ പറയുന്നത്, നിങ്ങൾ ഉണർന്നിരിക്കുക മാത്രമല്ല, കേരളത്തിനെയും കേരളത്തിലെ പുറത്തുള്ള ജനതയെയും ഉണർത്താൻ വേണ്ടി ശ്രമിക്കുക, ജാഗ്രതയുള്ളവരാകാൻ വേണ്ടി ശ്രമിക്കുക എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.